ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഉണ്ടാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ദൈവജനവുമായി സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന ചിന്ത ലൂക്കോസിന് സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം. ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവൻ്റെ കാര്യം ഇങ്ങനെയാകുന്നു. ലൂക്കോസിന് സുവിശേഷം 12-ാം അധ്യായം മുന്നറിയിപ്പുകളുടെ അധ്യായമാണ്. അനേക മുന്നറിയിപ്പുകൾ ലൂക്കോസിന് സുവിശേഷം 12-ാം അധ്യായത്തിൽ കിടപ്പുണ്ട്. അതിൻ്റെ ആദ്യത്തെ മുന്നറിയിപ്പ് കപടഭക്തിയെ സൂക്ഷിക്കുക എന്നുള്ളത്. കപടഭക്തി എന്നുള്ളത് എന്താണോ ഉള്ളിൽ ഇരിക്കുന്നത് അതിന് വിരുദ്ധമായി വായ കൊണ്ട് പ്രസ്താവിക്കുക. അത് കർത്താവ് അധികം വെറുക്കുന്ന ഒരു സ്വഭാവമാണ് എന്ന് നമുക്കറിയാം. മത്തായി സുവിശേഷം 23-ാം അധ്യായത്തിൽ നമുക്കത് വ്യക്തമായി യേശു പറഞ്ഞു തരുന്നുണ്ട്. ശാസ്ത്രിമാരും പരീശന്മാരും മോശയുടെ പീഠത്തിലിരിക്കുന്നു. ആകയാൽ അവർ നിങ്ങളോട് പറയുന്നതൊക്കെയും പ്രമാണിച്ച് അവരുടെ പ്രവൃത്തികളെ പോലെ ചെയ്യരുതെന്നാണ്. അവർ പറയുന്നതല്ലാതെ ചെയ്യുന്നില്ലല്ലോ. ഇപ്പൊ കപടഭക്തിയുടെ വിശദീകരണം അവിടെ ഉണ്ട്. അവർ പറയുന്നതൊന്ന്, ചെയ്യുന്നത് മറ്റൊന്ന്. 23:4 അവർ കനമുള്ള ചുമടുകളെ കെട്ടി മനുഷ്യരുടെ തോളിൽ വെക്കുന്നു. ഒരു വിരൽ കൊണ്ട് പോലും അവയെ തൊടാൻ അവർക്ക് മനസ്സില്ല. അവർ തങ്ങളുടെ പ്രവൃത്തികളെല്ലാം മനുഷ്യർ കാണേണ്ടതിനത്ര ചെയ്യുന്നത്. തങ്ങളുടെ മന്ത്രപ്പട്ട വീതിയാക്കി തൊങ്ങൽ വലുതാക്കുന്നു. അത്താഴത്തിൽ പ്രധാന സ്ഥലവും പള്ളിയിൽ മുഖ്യാസനവും അങ്ങാടിയിൽ വന്ദനവും മനുഷ്യർ റബി എന്ന് വിളിക്കുന്നതും അവർക്ക് പ്രിയമാകുന്നു. അപ്പോൾ നോക്കണം, എന്താണ് ഒരു കപടഭക്തിക്കാരൻ ചെയ്യുന്നത്, അവൻ ഇഷ്ടപ്പെടുന്നതൊക്കെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവർ മറ്റുള്ളവരോട് ഉപദേശിക്കുന്നു, അത് ചെയ്യാൻ പറയുന്നു, സ്വന്തമായ ജീവിതത്തിൽ അത് ചെയ്യുന്നുമില്ല. അവരുടെ ഉള്ളിൽ ദൈവത്തോട് ഭയമോ ഭക്തിയോ ഒന്നുമില്ല. പക്ഷെ അവർ പുറമേ പ്രാർത്ഥിക്കും, പക്ഷെ അവരുടെ ഉള്ളിൽ ആ പ്രാർത്ഥനയുടെ ഒരംശം പോലും ഉണ്ടാകുന്നില്ല. ഇതുകൊണ്ടാണ് പരീശന്മാരെയും ശാസ്ത്രിമാരെയും യേശു ശാസിച്ചത്. കാരണം അവർ എന്ത് പറയുന്നുവോ അത് മറ്റുള്ളവർ ബഹുമാനിക്കണം, മറ്റുള്ളവർ കാണണം. യേശു പ്രാർത്ഥനയെക്കുറിച്ച് തന്നെ പറയുന്നത് ഇങ്ങനെയാണ്. പരീശന്മാർ പ്രാർത്ഥിക്കുന്നത് തെരുക്കോണിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു, നിങ്ങളോ മുറിയിൽ വാതിലടച്ച് പ്രാർത്ഥിക്കണം. എന്നുവെച്ചാൽ പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ് ഞങ്ങളെന്ന് ലോകക്കാരുടെ മുമ്പിൽ കാണിക്കുവാൻ തെരുക്കോണിൽ നിന്ന് പോയി പ്രാർത്ഥിക്കും. പക്ഷെ അതല്ല രഹസ്യത്തിൽ പ്രാർത്ഥിക്കാൻ പറയുന്നത്. അപ്പോൾ നോക്കണം, കപടഭക്തിക്കാരുടെ കുറിച്ചും അവരെ പോലെ നിങ്ങൾ ആകരുത് എന്നതും കർത്താവായ യേശുക്രിസ്തു കൊടുക്കുന്ന മുന്നറിയിപ്പുകളാണ്. മത്തായി സുവിശേഷം 23-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് വ്യക്തമായി ഒത്തിരി ഭാഗങ്ങളുണ്ട്. ഇന്നത്തെ ചിന്ത അതല്ലാത്തത് കൊണ്ട് ഞാൻ ആ ഭാഗത്ത് നിന്ന് മാറുന്നു. അപ്പോൾ നോക്കണം, കർത്താവ് യേശുക്രിസ്തുവിൻ്റെ മുന്നറിയിപ്പുകളുടെ ചില വാക്കുകളാണ് ലൂക്കോസ് സുവിശേഷം 12-ാം അധ്യായത്തിൽ കാണുന്നത് എന്ന് പറയുവാൻ വേണ്ടി ഞാൻ ഒരു ഭാഗം മാത്രം എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്ന മുന്നറിയിപ്പാണ് ദ്രവ്യാഗ്രഹം സൂക്ഷിക്കണം. എന്ന് വെച്ചാൽ ഈ ലോകത്തിൽ സമ്പന്നനാകുവാൻ വേണ്ടി മാത്രം ആഗ്രഹിച്ച് അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചു പോകുന്ന കുറേ ആളുകളുണ്ട്. ഇത് യേശു പറയുവാൻ കാരണം, പുരുഷാരത്തിൽ ഒരുത്തൻ വന്ന് യേശുവിനോട്, ഗുരു, ഞാനുമായി എൻ്റെ സഹോദരൻ അവകാശം പങ്കിടുവാൻ അവനോട് കൽപ്പിക്കണം. എന്ന് വെച്ചാൽ അവർക്ക് ഉള്ള വസ്തു അവകാശം തിരിച്ചു കൊടുക്കുവാൻ അല്ലെങ്കിൽ ഭാഗം വെക്കുവാൻ യേശു ഒരു ന്യായാധിപതിയായി നിന്ന് ചെയ്തു കൊടുക്കണമെന്ന് ഒരു മനുഷ്യൻ വന്ന് ആവശ്യപ്പെടുമ്പോൾ യേശു പറയുകയാണ്, ഈ ലോകത്തിലെ സമ്പന്നതയെക്കുറിച്ച് നിങ്ങൾ വളരെ അറിവുള്ളവരാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ലോക മനുഷ്യൻ്റെ പ്രത്യേകത അതാ. അത് കർത്താവായ യേശുക്രിസ്തു തൻ്റെ വരവിനെക്കുറിച്ച് പറയുമ്പോഴും പറയുന്നുണ്ട്. സ്തോത്രം. നിങ്ങളിലോ ആകാശത്തെ ലക്ഷണങ്ങളെ വിവേചിക്കാൻ നിങ്ങൾക്ക് നല്ലവണ്ണം അറിയാം. ലോകത്തിൽ സമ്പന്നനാകുവാൻ വേണ്ടി എന്തൊക്കെ ക്രമീകരണം ചെയ്യുവാൻ നിങ്ങൾക്ക് പറ്റുമോ അതൊക്കെ ചെയ്യാൻ നല്ലവണ്ണം അറിയാം. അപ്പം ശരീരത്തെക്കുറിച്ച് അതിനെന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് നിങ്ങൾ വളരെ താല്പര്യമുള്ളവരും
ചിന്തിക്കുന്നവരുമോ? അവിടെ മൂന്നാമത്തെ മുന്നറിയിപ്പായ ആകുല ചിന്തയെക്കുറിച്ച് പറയുമ്പോൾ യേശു അത് പറയുന്നുണ്ട്. 22 വാക്യമാണ്. എന്തു തിന്നുമെന്ന് ജീവനായിക്കൊണ്ടും എന്തുടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. അപ്പോൾ എന്തു തിന്നും എന്തുടുക്കും എന്നതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുവാൻ ഒരു കുഴപ്പവുമില്ല. അപ്പം ഈ ലോകത്തെക്കുറിച്ച്, ഭൗതിക ആവശ്യങ്ങളെക്കുറിച്ച്, അതുപോലെ ശരീരത്തെക്കുറിച്ച് ഒക്കെ ചിന്തിക്കുവാൻ മനുഷ്യന് കുഴപ്പമില്ല. അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ അവൻ കണ്ടെത്തുന്നുണ്ട്. പക്ഷേ യേശു ഇവിടെ പറയുകയാണ്, എന്നാൽ ദൈവവിഷയത്തിൽ സമ്പന്നനാകുന്നില്ല. അതിൻ്റെ അർത്ഥം ഞാൻ പറയട്ടെ ദൈവമക്കളെ. മനുഷ്യന് ദൈവം കൊടുത്ത ഒരാത്മാവുണ്ട്. ആ ആത്മാവിനെ കുറിച്ച്, ആത്മീയ വിഷയങ്ങളെ കുറിച്ച് താല്പര്യമോ അല്ല, സ്തോത്രം, അതിൻ്റെ ആഹാരത്തെക്കുറിച്ചോ, പ്രൈസ് ലോർഡ്, അത് നിമിത്തമായി സമ്പന്നതയെക്കുറിച്ചോ ഒരു മനുഷ്യൻ ചിന്തിക്കുന്നില്ല. കർത്താവ് പറയുകയാണ്, ഏറ്റവും അധികം ചിന്തിക്കേണ്ടത്, ഹല്ലേലൂയ സ്തോത്രം, തൻ്റെ ആത്മാവിനെ കുറിച്ച്. മത്തായി സുവിശേഷം 16:26 പറയുന്നത്, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തൻ്റെ ജീവനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം? അപ്പോൾ നോക്കണം, ഒരു മനുഷ്യൻ സർവ്വലോകവും, ഈ ലോകം മുഴുവൻ നേടിയിട്ട് തൻ്റെ ജീവൻ എന്ന് പറയുന്ന ആത്മാവിനെ നഷ്ടമാക്കിയാൽ. അപ്പോൾ ഇന്ന് പകൽക്കാലം ധ്യാന ചിന്തയിൽ ദൈവജനവുമായി എനിക്ക് പറയുവാൻ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ തന്ന പ്രേരണ ഇതാണ്: ദൈവവിഷയമായി നാം സമ്പന്നരാകണം. പ്രൈസ് ലോർഡ്. അല്ലെങ്കിൽ ഇവിടെ കർത്താവ് പറഞ്ഞ ഉപമയിലെ മനുഷ്യനെ പോലെ, ഹല്ലേലൂയ, നമ്മൾ, ഹല്ലേലൂയ സ്തോത്രം, ഈ ഭൂമിയിലെ സമ്പത്തുകളെ എല്ലാം ഉപേക്ഷിച്ചിട്ട്, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, പോകുമ്പോൾ വളരെ ദുഃഖത്തിൽ പോകേണ്ടതായിട്ട് വരും. ഇവിടെ ആ ധനാഢ്യനായ മനുഷ്യനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: അവൻ്റെ കളപ്പുരയിൽ, അവൻ്റെ അധ്വാനം അല്ലെങ്കിൽ അവൻ്റെ കൃഷിയിൽ അവൻ ഒത്തിരി ലാഭം കിട്ടി. ആ ലാഭം അവൻ പറയുന്നത്, ഞാൻ എന്താ ചെയ്യേണ്ടതിന്? അവന് പറയുകയാണ്, വലിയ കളപ്പുരയൊക്കെ ഞാൻ പണിത് അതിനകത്തേക്ക് ഇതെല്ലാം കൂട്ടിവെക്കും എന്ന് താൻ പറയുന്നു. പക്ഷേങ്കിൽ അവൻ അടുത്ത 5 വർഷത്തേക്ക് അല്ലെങ്കിൽ അടുത്ത 10 വർഷത്തേക്കുള്ള ആ കളപ്പുരയിൽ നിറഞ്ഞ് ഉണ്ടായിരിക്കാം. പക്ഷെ അവിടെ യേശു പറയുകയാണ്, സ്തോത്രം, എന്നാൽ അടുത്ത ദിവസം, അന്ന് രാത്രിയിൽ അവൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു പോയാൽ അവൻ ശേഖരിച്ചു വെച്ചതൊക്കെ വെറുതെയായി പോകുക. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. തന്നോട് തന്നെ പറയുകയാണ്, തിന്നുക, കുടിക്കുക, നീ ആനന്ദിക്കുക, നീ വലിയ അധ്വാനമൊന്നും വേണ്ട എന്നൊക്കെ തന്നോട് തന്നെ പറയുന്ന മനുഷ്യനവൻ. പക്ഷേ അതെല്ലാം ഇട്ടിട്ട് അവൻ പോകുന്നു. ഹല്ലേലൂയ. അങ്ങനെ ഈ ഭൂമിയിൽ ഏറ്റവും മൂഢനായ മനുഷ്യനായി അവൻ ഈ ഭൂമി വിട്ടുപോകുന്നു എന്നുള്ളതാണ് നാം അറിയേണ്ടത്. അപ്പം ലോകത്തിലെ ധനാഢ്യനായൊരു മനുഷ്യനായിരുന്നവൻ, ലോകത്തിൽ എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു മനുഷ്യനായിരുന്നവൻ, പക്ഷെങ്കിൽ യഥാർത്ഥമായ അവൻ്റെ ജീവിതം ദാരിദ്ര്യത്തിലും യഥാർത്ഥമായ എൻ്റെ ജീവിതം ഭോഷത്വത്തിലുമായിരുന്നു എന്നത് വചനം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ ദൈവവിഷയമായി സമ്പന്നനാകുന്ന മനുഷ്യനാണ് യഥാർത്ഥ, ഹല്ലേലൂയ, സമ്പന്നൻ എന്നുള്ളത് നാം അറിയണം. അതുകൊണ്ടാണ് മത്തായി സുവിശേഷത്തിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിക്കുവിൻ. നോക്കണം, സ്വർഗത്തിൽ നിങ്ങൾക്ക് പ്രതിഫലം, അവിടെ സ്വർഗത്തിൽ നിങ്ങൾക്ക് നിക്ഷേപം. അങ്ങനെ കരുതുന്ന മനുഷ്യനെയാണ് ബൈബിൾ ഭാഗ്യവാൻ അല്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന പദം കൊണ്ട്, ഹല്ലേലൂയ, ബൈബിൾ വിവക്ഷിക്കുന്നത്. അപ്പോൾ ഈ ഭൂമിയിലെ ഭാഗ്യവാന്മാർ എന്നുള്ളത് ഈ ലോകത്തിലെ ധനത്തിൽ, ഹല്ലേലൂയ, ഉന്നതിയിലിരിക്കുന്ന ആളുകളായിരിക്കാം. പക്ഷേങ്കിൽ അവരെ ബൈബിൾ വിളിക്കുന്നത് സ്തോത്രം ഭാഗ്യവാന്മാരെന്നല്ല. എന്നാൽ സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ച മനുഷ്യനാണ് ഭാഗ്യവാൻ. പ്രൈസ് ദി ലോർഡ്.
ഈ ലോകത്തിൻ്റെ നൈമിഷികതയെക്കുറിച്ചാണ് അവിടെ പറവാനിടയായിത്തീരുന്നത്. ആ ധനാഢ്യനായ മനുഷ്യൻ പ്രൈസലോട് എല്ലാവനും ഉണ്ടായിരുന്നു, പക്ഷേ നൈമിഷികമായ ഒരു ജീവിതമാണ് അവൻ്റേതെന്ന് അവൻ തിരിച്ചറിഞ്ഞില്ല. ദൈവമക്കളെ, ഈ ഭൂമിയിൽ മനുഷ്യൻ്റെ ജീവിതം നൈമിഷികമാണ്, എന്നാൽ നിത്യകാലം നിലനിൽക്കുന്നത് സ്വർഗത്തിലെ ഹല്ലേലൂയ ജീവിതമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നൈമിഷികമായി ഈ ലോകത്തിനു വേണ്ടി ഒത്തിരി കരുതുവാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബൈബിൾ കരുതണ്ട എന്നത് ഹല്ലേലൂയ പറയുന്നതുമില്ല. കാരണം ധനത്തെക്കുറിച്ചും ധനവാന്മാരെക്കുറിച്ചും ബൈബിൾ പഠിപ്പിക്കുന്നത് സ്തോത്രം അതിൻ്റെ ആശ്രയമരുതെന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ധനത്തിൽ ആശ്രയിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ധനവാന്മാർ ധനത്തിൽ ഹല്ലേലൂയ മാത്രമുള്ള ആശ്രയത്വത്തിലേക്ക് പോകരുത്. അവിടെയാണ് അവൻ അബദ്ധം പറ്റുന്നത്. ഈ ഭൂമിയിൽ ജീവിക്കുവാൻ മനുഷ്യന് ഹല്ലേലൂയ പണം ആവശ്യമാണ്, ഇല്ല എന്ന് കർത്താവ് പഠിപ്പിക്കുന്നതുമില്ല. ആകുലത വേണ്ട എന്ന് പറയുന്നിടത്തും യേശു പറയുന്നത് സ്തോത്രം നിങ്ങൾക്ക് വേണ്ടതൊക്കെ തരാൻ ഹല്ലേലൂയ നിങ്ങളുടെ പിതാവ് മതിയായവനാണെന്ന്. അപ്പോൾ വേണ്ടുന്നത് തരുന്നു എന്നുള്ളതാണ് നമ്മുടെ പിതാവിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം സ്തോത്രം ലോകത്തിലെ സമ്പന്നത എന്നുള്ളത് ഹല്ലേലൂയ സ്തോത്രം ഈ ഹല്ലേലൂയ മാത്രം പോകുന്ന ഒരു മനുഷ്യനെ ബൈബിൾ മൂഢനെന്നും ഭോഷനെന്നും അല്ലെങ്കിൽ സ്തോത്രം ഈ ലോകത്തിൽ അവ മുഴുവൻ ഇട്ടിട്ടു പോകുന്ന വിഡ്ഢിയായ ഒരു മനുഷ്യനെ ഹല്ലേലൂയ സൂചിപ്പിക്കുമ്പോൾ സ്വർഗത്തിൽ സമ്പന്നത സൂക്ഷിക്കുന്ന ഒരു മനുഷ്യനെ വചനം വിളിക്കുന്നത് ഭാഗ്യവാൻ, അനുഗ്രഹിക്കപ്പെട്ടവൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമക്കളെ, ദൈവ വിഷയമായി സമ്പന്നരാകുവാൻ ഈ പ്രഭാതത്തിൽ നമുക്ക് ശ്രമിക്കാം. പ്രൈസ് ദി ലോർഡ്. അതിനുവേണ്ടിയുള്ള ഒരുക്കം നമുക്ക് ആവശ്യമാണ്. ലോകത്തെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നു, പ്ലാൻ ചെയ്യുന്നു. അതുപോലെ തന്നെ ആത്മീയ വിഷയങ്ങളിലും ഹല്ലേലൂയ സ്തോത്രം നമ്മൾ ചിന്തിക്കുകയും അതിനെക്കുറിച്ച് സ്തോത്രം ഹല്ലേലൂയ ജീവിതത്തിൽ പ്ലാനുകൾ ഉള്ളവരും ആയിരിക്കണം എന്ന് നമ്മൾ ഹല്ലേലൂയ വചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ ഈ പകൽക്കാലം അതിനായി ഹല്ലേലൂയ സ്തോത്രം ഒരുങ്ങാം. പ്രൈസ് ദി ലോർഡ്. ആത്മീയ വിഷയത്തിൽ ദൈവിക വിഷയങ്ങളിൽ സമ്പന്നരാകുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ആ സമ്പന്നത ഹല്ലേലൂയ നിലനിൽക്കുന്നതാണ്. ആ നിലനിൽക്കുന്ന സമ്പന്നതയിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുവരുവാൻ ഇടയാകട്ടെ. ഈ വചനചിന്ത എന്ന് പറഞ്ഞ് ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, നിത്യനായ കർത്താവേ, ഒരു മനുഷ്യൻ ഈ ഭൂമിയിലുള്ള സമ്പത്തിനെ കുറിച്ച് മാത്രം ചിന്തിച്ച് തൻ്റെ ജീവിതം നഷ്ടപ്പെടുത്തി കളയുന്ന ഹല്ലേലൂയ ഒരവസ്ഥയെക്കുറിച്ച് ഞങ്ങൾ കേട്ടു. അതേ കർത്താവേ, അത് ഞങ്ങൾക്കൊരു മുന്നറിയിപ്പാണല്ലോ. ദൈവിക വിഷയങ്ങളിൽ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ സമ്പന്നരായില്ലെങ്കിൽ ഈ ലോകത്തിൽ എല്ലാം നഷ്ടപ്പെടുത്തി പ്രൈസ് ദി ലോർഡ് ഒരു വിഡ്ഢിയായ മനുഷ്യന് തുല്യനായി ഞങ്ങൾ മാറുമെന്ന് വചനം ഞങ്ങൾക്ക് തരുന്ന മുന്നറിയിപ്പിനെ തിരിച്ചറിഞ്ഞ് ദൈവിക വിഷയങ്ങളിൽ സമ്പന്നരായി ഈ ഭൂമിയിൽ സ്തോത്രം ഹല്ലേലൂയ ശ്രേഷ്ഠരായി ജീവിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വചനത്താൽ ജനത്തെ നിറച്ച് അനുഗ്രഹിച്ചതോർത്തു സ്തോത്രം. ഈ പ്രഭാതം എല്ലാ മേഖലകളിലും ജനത്തിന് അനുഗ്രഹമാകണം. മഹത്വം അങ്ങയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ദിനം ദൈവജന തരട്ടെ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.